എൻ്റെ കൂടെ വാ. ഞാനിത് വന്നിരിക്കുന്നത് പെരിന്തൽമണ്ണയുടെ സ്വന്തം ഫുഡങ്ങാടിയിലാണ്. ഫുഡങ്ങാടിയിൽ മസാലയ്ക്കും ഡെലീസിനും ബിസ്മിക്കും സെൻട്രലാണ്. നിങ്ങൾക്ക് ഇന്ന് ഞാനിവിടെ പുതിയ കാര്യം കാണിച്ചു തരാം. ട്രേഡിങ്ങിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി പലരും വന്ന് ചാടി പൈസ നഷ്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രൊഫഷനാണ്. എന്നാൽ വളരെ കൃത്യമായി ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഫഷനില്ല. ഇന്ന് അങ്ങനെ ട്രേഡിംഗ് പഠിപ്പിച്ചു തരുന്ന പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയിലോട്ടാണ് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നത്. ഗ്രീൻ ആരോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും മാർക്കറ്റ് വേഴ്സിൽ ലൈവ് സെക്ഷൻസ് ആണ് നടക്കുന്നത്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ബാച്ച് ഇവിടെ റണ്ണിങ് ആണ്. അവരോട് തന്നെ നമുക്ക് ക്ലാസ്സസിൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കാം. ഓക്കെ, ബാ സാർ. ഹായ് ഹായ്. വളരെ ആക്റ്റീവായിട്ട് ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. സാറിൻ്റെ പേരൊന്ന് പറയുമോ? എൻ്റെ പേര് ഹരിദാസ്. ഹരിദാസ്, ഓക്കെ. എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം റിട്ടയർഡാണ്. ഞാൻ ഡിഫൻസിൽ നിന്ന് റിട്ടയർഡായ. സാർ, എങ്ങനെയാണ് ട്രേഡിംഗ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ട്രേഡിംഗ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞു വെച്ചാൽ ഇനിയിപ്പം ഞാൻ റിട്ടയർഡായി, ഫ്രീ ആയി. അതുകൊണ്ട് ഇത് തന്നെ ഒരു കരിയർ ആക്കണം എന്നുള്ളൊരു ആ ഒരു ബേസ് വെച്ചിട്ടാണ് ഇതിലേക്ക് വന്നത്. എങ്ങനെയാണ് ഗ്രീൻ ആരോസ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? ഇവിടെ ഇപ്പം ബേസിക്കലി ഞാൻ മുമ്പ് വന്ന് അൻസാർ സാറിനോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ ലൈവായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ആദ്യം തിയറി പറഞ്ഞ് അത് കഴിഞ്ഞ ശേഷം ലൈവിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളതിൻ്റെ എല്ലാ A to Z കാര്യങ്ങളും നിങ്ങൾക്ക് ലൈവായിട്ട് ട്രേഡ് നിങ്ങളെ ഇവിടെ ഇരുത്തി കൊണ്ട് ചെയ്തു കാണിച്ചു തരുന്നു എന്നുള്ളൊരു പോയിന്റ് വെച്ചിട്ടാണ്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ബേസ് വെച്ചിട്ട് പിന്നെ ട്രേഡ് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു കാര്യമല്ലേ. അതാണ് സാർ മെയിനായിട്ടുള്ളൊരു പോയിന്റ്. ഞാനിത് ഗ്രീൻ ആരോസ് സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇവിടെ വന്നതിന് ശേഷം സാറിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വന്നതിന് ശേഷം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ലൈവായിട്ട് ട്രേഡ് കിട്ടുന്ന സമയത്ത് ഒരു ട്രേഡ് എൻട്രി അവിടെ എൻട്രി ഉണ്ടോ അല്ലെങ്കിൽ എൻട്രി ഇല്ലേ എന്നുള്ളത് അതിൻ്റെ ലോജിക്കും കൂടിയും പറയണമെന്ന് സാറ് പറഞ്ഞു. അതുകൊണ്ട് എൻട്രി ഇല്ല, എന്തുകൊണ്ട് എടുത്തു എന്തുകൊണ്ട് എടുത്തില്ല അതിൻ്റെ റീസണും കൂടിയും ഒരു ബുക്ക് സാറ് തന്നിരുന്നു. അതിൽ ഈ ബുക്കിൽ എഴുതി വെക്കണം, എന്തുകൊണ്ട് എടുത്തു എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളത് കൂടിയും എഴുതി വെക്കണം. ആ പോയിന്റ് വെച്ചിട്ടാണ് ഇനി ട്രേഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. സാർ ഈ ബുക്ക് കൂടി സാർ തന്നു. താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് രണ്ടുപേരുടെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കാം. ബ്രോ, എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നല്ലേ? ഓക്കെ ഓക്കെ. അടുത്താണോ സ്ഥലം? അതെ, ഒരു 30 കിലോമീറ്റർ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ട്രേഡിംഗ് എന്തുകൊണ്ടാണ് ഒരു കരിയറായിട്ട് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്? ഇതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കണ്ടുകൊണ്ട് ഏറ്റെടുത്താണ്. ആണല്ലേ? ഓക്കെ ഓക്കെ. ഇങ്ങനെ ഒരു ഗ്രീൻ ആരോസിനെ പറ്റി എങ്ങനെയാണ് അറിഞ്ഞത്? ആദ്യം എന്തുകൊണ്ട് ഗ്രീൻ ആരോസ് ചൂസ് ചെയ്തു? ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടത്. ഓക്കെ. പിന്നെ അവിടെ വന്ന് എല്ലാവരും കണ്ട് ക്ലാസ് കണ്ട് ഇഷ്ടമായി. അങ്ങനെ മെൻറ്ററൊക്കെ നല്ല സപ്പോർട്ടീവാണ്, അടിപൊളിയാണ്, കുഴപ്പമില്ല, സെറ്റാണ്. ഓക്കെ ഓക്കെ. ഹാപ്പി ഹാപ്പി. ക്ലാസ് നടക്കുമായിരുന്നല്ലേ? എന്താ പേരെന്താ? അബ്ദുൾ അസീസ്. ഓക്കെ. സ്ഥലം? അങ്ങാടിപ്പുറം ആണല്ലേ? ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട്? ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ. എന്തുകൊണ്ടാണ് ഗ്രീൻ ആരോസ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടു, അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ. സാറന്മാരാണെങ്കിലും കൂടുതൽ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് ഇങ്ങനെ ഉയർത്തി കൊണ്ടുണ്ട്. അതല്ലേ? ഓക്കെ ഓക്കെ. ലൈവ് മാർക്കറ്റിൽ ക്ലാസ് എടുക്കുന്നതിൻ്റെ പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? അത് നല്ല മാറ്റമാണല്ലേ? ഓക്കെ ഓക്കെ. ഓഫ്ലൈൻ ചൂസ് ചെയ്തത് തന്നെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ. ബ്രോ, എന്താ പേരെന്താ? സനൽ. ഓക്കെ. വർക്ക് ചെയ്യുവാണോ? അല്ല, ഞാൻ പഠിക്കുവാണല്ലേ? ഓക്കെ ഓക്കെ. എന്താണ് ട്രേഡിംഗ് എന്നുള്ളൊരു മേഖലയോട് ഒരു ഇഷ്ടം തോന്നാനുള്ള റീസൺ എന്താണ്? നമ്മുടെ ഫ്രണ്ട്സൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിതിനെ പറ്റി കറക്റ്റായിട്ട് അറിയുന്നതില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ആരോസ് വന്നത്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഗ്രീൻ ആരോസ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ട് അങ്ങനെ കോൺടാക്ട് ചെയ്തതാണ്. ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? ഇവിടെ വന്നപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കുന്നത് ശ്രീരാം ബ്രോ ആണ്. ആളടിപൊളിയാണ്. അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ കറക്റ്റായി പറഞ്ഞുതരും. മെൻറ്ററും ട്യൂട്ടറും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ? ഉണ്ട്. ഓക്കെ.
ഓക്കെ, നന്നായിട്ട് നല്ലൊരു ഭാവി ക്രിയേറ്റ് ചെയ്യും. ഹായ് മാം, ബിസിയാണോ? താങ്ക് യു. ഞാൻ ഗ്രീന ജ്യൂസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഇപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഞാൻ വളരെ ക്ലാരിറ്റി ആയിട്ട് അവരെല്ലാം എനിക്ക് ആൻസർ തന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല മാഡം, ട്രേഡിങ്ങിനെ ഒരു കരിയറായിട്ട് ഏറ്റെടുക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി വരുമ്പം അവർക്ക് ഗ്രീന ജ്യൂസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ്? നമ്മൾ ട്രേഡിങ്ങിൽ ബിഗിനറായിട്ട് വരുന്ന ഒരാളെ തൊട്ടിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി അവരുടെ ഒരു പ്രിഫറൻസ് എങ്ങനെയാണ്, ഇപ്പോൾ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട്. അതല്ല അവർക്ക് ഓഫ്ലൈന് കഴിയില്ല, ഓൺലൈനാണ് അവരുടെ പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും തയ്യാറായിട്ട് നമ്മുടെ കോഴ്സസുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ആക്ച്വലി ബിഗിനേഴ്സ് തൊട്ടിട്ട് ഒരു അഡ്വാൻസ് ലെവൽ വരെയുള്ള ആളുകൾക്കുള്ള സിലബസാണ് നമ്മൾ ശരിക്കും ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര തിയറി പഠിച്ചാലും നമുക്ക് കിട്ടുന്ന പ്രാക്ടിക്കലാണ് ആക്ച്വലി നമുക്ക് ഒരു എന്താ പറയുക ട്രെയിനിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറയില്ലേ, ഡ്രൈവിങ് നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമല്ല തിയറി ആയിട്ട് അല്ലേ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ പറ്റുക. ട്രേഡിങ്ങും അതേപോലെ തന്നെയാണ്, ഒരു സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് എത്ര പ്രാക്ടിക്കൽ കൊടുക്കാൻ പറ്റുമോ അത്രയും അവർക്ക് അതിനോടുള്ള നോളജ് കൂടും, സ്കില്ല് ഡെവലപ്പ് ആവും. അപ്പം നമ്മൾ ലൈവായിട്ട് ട്രേഡിങ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, രണ്ടിലും നമ്മൾ ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഓഫ്ലൈൻ ആണെങ്കിലും ശരി, ഒരു ലിമിറ്റഡ് സീറ്റാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു 1-to-1 മെൻറ്ററിങ് കിട്ടുമ്പോഴാണ് ഏതൊരു വ്യക്തിക്കും അവരുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റുക. അപ്പോൾ ആ ഒരു 1-to-1 മെൻറ്ററിങ് എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്കുള്ളതുകൊണ്ടാണ് നമ്മൾ ആ 1-to-1 മെൻറ്ററിങ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് നമ്മൾ ട്രേഡിംഗ് ജേണൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഒരു ട്രേഡർ എപ്പോഴും ഡിസിപ്ലിൻഡ് ആയിരിക്കണം. ആ ഡിസിപ്ലിൻ നമ്മൾ ഇവിടുന്ന് തന്നെ അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് നമ്മൾ എല്ലാ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഓൺലൈൻ ആണെങ്കിലും ശരി, നമ്മൾ കോഴ്സിന് ശേഷം അവർക്ക് ലൈവ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് നൽകുന്നുണ്ട്. അത് ഇപ്പോഴും ഒരാൾക്ക് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്, ഒരു ആഫ്റ്റർ ലൈവ് മെൻറ്റർ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ബിഗിനർ ടു അഡ്വാൻസ് ലെവൽ വരെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്.